الحمد لله نحمده ونستعينه ونستغفره نتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ക്രമീകരിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുകയാണ്, ഓരോരുത്തരെയും ഉണർത്തുകയാണ്. ഇസ്ലാം ശരിയായി സംഭവിക്കേണ്ടത് ഹൃദയത്തിലാണ്. നമ്മുടെ ഹൃദയം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. ഹൃദയം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമികമായ പൂർണ്ണതയിലേക്ക് ഹൃദയം എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മുഖ്യമായ അടയാളം എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഒരു കർമ്മവും അവന് ഭാരമായി തോന്നുകയില്ല, ഒന്നിലും മടുപ്പ് അനുഭവിക്കുകയില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്നാലും ഇസ്ലാമിലെ ആ കാര്യം അങ്ങനെ ആകരുതായിരുന്നു, അത് ഇങ്ങനെ ആകേണ്ടിയിരുന്നു, പുതിയ കാലത്താവുമ്പോൾ ഇങ്ങനെയൊക്കെ വേണോ, കാലം ഒരുപാട് മാറിയില്ലേ, എന്താ ഇസ്ലാം ഈ കാര്യത്തിൽ ഇങ്ങനെ ചെയ്തു, ഇത് അങ്ങനെയല്ലല്ലോ ആകേണ്ടിയിരുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളും മാനസികാവസ്ഥകളും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയം പൂർണ്ണമായി ഇസ്ലാം ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ്. അഹ്ലുസുന്ന വൽ ജമാഅ ഒരു വിശ്വാസിയുടെ വിശ്വാസ പൂർണ്ണതയെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഈമാൻ എന്ന് പറഞ്ഞാൽ അത് തസ്ദീഖ്, അത് ഇഖ്റാറും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം, തസ്ദീഖും ബിൽ ഖൽബ്, ഹൃദയത്തിൽ പൂർണ്ണമായി അത് ഉൾക്കൊണ്ട് സമ്മതിക്കണം, അമലും ബിൽ ജവാരിഹ്, ഹൃദയത്തിൽ സ്വീകരിച്ച ആ കാര്യം ജീവിതത്തിൽ പൂർണ്ണമായി നടപ്പിൽ വരുത്തണം, അവന്റെ അവയവങ്ങളിൽ അത് കാണണം എന്നാണ്. അപ്പൊ നമ്മളെ ഒരു വളരെ ശക്തമായ ആത്മവിമർശനം എപ്പോഴും ജീവിതത്തിൽ വേണ്ട ഒരു മേഖലയാണിത്, നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സംഘവും ഇസ്ലാം സ്വീകരിച്ചു. അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് അബ്ദുല്ലാഹി ബിൻ സലാം ഇസ്ലാം അറിയിക്കണം. അബ്ദുല്ലാഹി ബിൻ സലാം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ യഹൂദികളുടെ ഏറ്റവും വലിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. തൗറാത്ത് പറഞ്ഞ ആ പ്രവാചകൻ മക്കത്ത് എത്തിയിട്ടുണ്ട്, ജസീറത്തുൽ അറബിൽ എത്തിയിട്ടുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ മാറി നിൽക്കുന്നുള്ള അസ്വസ്ഥത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, പ്രവാചകന്റെ അടുത്ത് വന്ന്
ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു. പ്രവാചകൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. യഹൂദികളെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് ചോദിച്ചു, ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വളരെ ഉഷാറാണ്, നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തിന്റെ കാര്യം അറിയിച്ചു. അതോടുകൂടെ അവരെ അദ്ദേഹത്തിന്റെ ശത്രുക്കളായി മാറി. അദ്ദേഹത്തെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ ശത്രുതയുടെ മുൾമുനയിൽ നിർത്തി. പ്രവാചകന്റെ അടുത്ത് വന്ന് അദ്ദേഹം സങ്കടം പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിറങ്ങി. യഥാർത്ഥ വിശ്വാസം പുലർത്തുകയും ശരിയായ നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്ത ആളുകൾ അവരുടെ ആത്മമിത്രങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു റസൂലാണ്. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? വിശ്വാസ സ്വീകരണത്തിന്റെയും നിലപാട് സ്വീകരണത്തിന്റെയും പേരിൽ ഒരു വിഷയത്തിൽ ഇസ്ലാം പറഞ്ഞു കൊടുത്തു നിന്നു. എന്ത് കാര്യമാകട്ടെ, ജീവിതത്തിലെ ഏത് കാര്യമാകട്ടെ, അതാർക്ക് അനിഷ്ടം ഉണ്ടാക്കുന്നതാണെങ്കിലും ആർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെങ്കിലും അതെനിക്ക് പ്രശ്നമല്ലെന്ന സ്റ്റാൻഡിൽ അടിയുറച്ചു നിന്നാൽ കൂട്ടുകാർ കളിയാക്കുന്നു, കുടുംബക്കാർ പ്രശ്നമാക്കുന്നു, നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുന്നു, നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നു, എന്തും ആകട്ടെ, അതിന്റെ പേരിൽ അവിടെ ചെരിച്ചു വെക്കാതെ, അവിടെ നിലപാട് മയപ്പെടുത്താതെ നിൽക്കാനുള്ള വലിയ പ്രേരണയാണ് യഥാർത്ഥത്തിൽ ഈ ചരിത്രം നൽകുന്നത്. അവസാനിക്കുന്നത് ആരെങ്കിലും അള്ളാഹുവിനെ റസൂലിനെയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്താൽ നമ്മുടെ ഇന്നലെ സുബഹിന്റെ ജമാഅത്തിൽ ഓതിയ ആയത്താണിത്. എന്താണ്? ഒരു വ്യക്തി അവൻ അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും രക്തസാക്ഷികളുടെയും ഒക്കെ കൂടെയാണ്, അവരാണ് ഏറ്റവും നല്ല കൂട്ടുകാരനാണ്. അപ്പൊ ഇത്തരം ഒരു നിലപാടിലൂടെ ഇസ്ലാമിലേക്ക് എത്തിയ ആളായിരുന്നു അദ്ദേഹം. ഇങ്ങനെ പ്രശംസിക്കപ്പെട്ട ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ചു, നബിയെ, തൗറാത്തും അല്ലാഹു ഇറക്കിയതാണല്ലോ, അപ്പൊ ഞങ്ങൾ തൗറാത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളൊക്കെ എടുത്തോട്ടെ, തൗറാത്തിൽ നിന്നുള്ള ചില വചനങ്ങൾ ഞങ്ങൾ ഓതിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ ഇറങ്ങിയൊരായത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ മതത്തിൽ പൂർണ്ണമായി പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ ശൈത്താന്റെ കാലടിപ്പാടുകളെ പിൻപറ്റുന്നവരാകരുത്. ഉറച്ച നിലപാടോടെ ഒരു ജനതയുടെ മുഴുവൻ എതിർപ്പുകളെയും അതിജീവിച്ച് കടന്നെത്തിയ വ്യക്തിയുടെ ഉള്ളിലെ ഒരു കുഞ്ഞു ചിന്തയെ, തൗറാത്തിൽ ശരിയാണല്ലോ, ഇന്നത്തെ ബൈബിളിലും എന്തുണ്ട്? അള്ളാഹു ഇറക്കിയ വചനങ്ങൾ ബാക്കിയുണ്ട്, ആർക്കും തർക്കമൊന്നുമില്ല. അള്ളാഹു ഖുർആനിനോട് യോജിച്ചു വരുന്നതും ഇസ്ലാമിനോട് യോജിച്ചു വരുന്നതൊക്കെ അള്ളാഹു ഇറക്കിയത് ബാക്കി നിൽക്കുന്നതാണെന്നാണ് നമ്മുടെ വിശ്വാസം. അല്ലാത്തത് പുരോഹിതന്മാർ മാറ്റി എഴുതിയതാണെന്നാണ്. അപ്പൊ അതെത്ര ചിന്തിച്ചിട്ടുള്ളൂ? അതിൽ ആ വചനങ്ങളൊക്കെ എടുത്തു പോകാലോ എന്നേ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആൻ തിരുത്തി അങ്ങനെ ചേരിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ധീരമായി നിങ്ങൾ വിശ്വാസിയാവുക എന്നാണ്. അപ്പൊ ഇതിൽ നമുക്കും വലിയ പാഠങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹിക പരിസരത്ത് മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ അതൊത്തിരി ഏറെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോ അങ്ങനെ തോന്നാൻ സാധ്യതയുള്ള ഒരു മസ്തലയാണ് സംഗീതവുമായി ബന്ധപ്പെട്ട മസ്തല, അല്ലെ? സംഗീതം ആസ്വദിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? ചില ആളുകളേക്കും ഈ ആധുനിക കാലത്ത്, ഇത്രയും ആളുകൾ മുന്നോട്ട് വന്ന കാലത്ത്, സംഗീതത്തിന്റെ ശബ്ദങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയാത്ത കാലത്ത്, ഫോൺ അടിച്ചാൽ അവിടെ മ്യൂസിക്കാണ് വരുന്നത്, എവിടെ അതാണ് വരുന്നത്, അങ്ങനത്തെ ഒരു കാലത്തൊക്കെ ഇത് പറയേണ്ടതുണ്ടോ? ഇതാരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടാൽ അതിന്റെ താഴെ വന്ന് കുറേ ആളുകൾ നെഗറ്റീവ് കമന്റുകൾ കൊണ്ട് നടക്കും. അപ്പൊ നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ്, അല്ലേ? ഞാൻ ആ വിഷയം പറയാൻ വേണ്ടിയിട്ടല്ല എടുത്തത്, എല്ലാവർക്കും പെട്ടെന്ന് വിസിബിൾ ആകുന്ന ഒരു പോയിന്റ് എടുത്തേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു വിശ്വാസി എന്നുള്ളവർക്ക് നമ്മുടെ സ്റ്റാൻഡ് എന്താണ്? ദുഖുലു ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ ഫുള്ളായിട്ട് പ്രവേശിക്കലാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മ്യൂസിക് നിഷിദ്ധമാണെന്ന് പറയുന്നവർ ഉന്നയിക്കുന്ന ന്യായങ്ങൾ എന്താണ്? അത് നിഷിദ്ധമല്ലെന്ന് പറയുന്നവർ പറയുന്ന ന്യായങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് ശരിയുടെ ചേർന്ന് കൂടെ നിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നമുക്കുണ്ടാകേണ്ട ഒരു സംഭവം. അഥവാ മതത്തെ കുടിസാക്കാണ് വരുന്നവർ പറയും. ചില നിലപാടുകളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില സ്വാതന്ത്ര്യങ്ങൾക്ക് അതിൽ നിയന്ത്രണങ്ങൾ വരുമ്പോ, സ്ത്രീ പുരുഷ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട കാര്യം, മഹ്റമല്ലാത്ത ഒരാളുടെ കൂടെ ഒരു പകലും ഒരു രാത്രിയും നീണ്ടു നിൽക്കുന്ന യാത്ര ഇസ്ലാം അനുവദിച്ചിട്ടില്ല. മഹ്റമല്ലാത്ത ഒരാളുടെ കൂടെ
ഒരു രാത്രിയും ഒരു പകലും നീണ്ടു നിൽക്കുന്ന യാത്ര ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഭർത്താവിന്റെ അനിയനാണ്, ഭാര്യന്റെ അനിയത്തിയാണ്. നമ്മളൊക്കെ ഞാനവിടെ പെങ്ങളെ പോലെയാണ് കാണുന്നത് എങ്ങനെയെന്നുള്ള വിഷയം. അതിൽ ഇസ്ലാം പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലേ? വീട്ടിൽ ഒരു റൂമിൽ ഒറ്റക്കാവുക, ഭർത്താവിന്റെ അനിയന്റെ കൂടെ ഭാര്യ ഒറ്റക്കാവുക, ഇതിന്റെ വിധി എന്താ? അൽഹമു വൽ മൗത്ത്. അങ്ങനെ രണ്ടുപേരും ഒറ്റക്കാണില്ലാതെ നല്ലത് മരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പ്രായോഗികമാണോ? നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും കേൾക്കുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കും. ജീവിതത്തിൽ ഇത് അനുഭവമായി വരുമ്പോഴല്ല സംഭവിക്കേണ്ടത്. ദാവൂദ് അലൈഹിസ്സലാമിന്റെ മയ്യത്തെടുക്കാൻ മലക്കുൽ മൗത്ത് വരുന്നൊരു സംഭവമുണ്ട്. മലക്കുൽ മൗത്ത് ഒരു മനുഷ്യരൂപം പ്രാപിച്ച് അവിടെ വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളൊരു അന്യപുരുഷനാണ്, പെർമിഷൻ ഇല്ലാതെ ഇവിടെ കയറാൻ പാടില്ല. ദാവൂദ് ഗീറത്ത്, ശക്തമായി മതകാര്യത്തിൽ കണിശതുള്ള ഒരു വ്യക്തിയാണ്. ദാവൂദ് അലൈഹിസ്സലാം തന്റെ ഭാര്യ നിൽക്കുന്ന റൂമിൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ അദ്ദേഹം നേരെ അങ്ങോട്ട് വാളെടുത്തിട്ടാണ് വരുന്നത്. ചോദ്യം കൂടി ഇല്ല. അയ്മന്ന് കിട്ടേണ്ട ഒരു മസ്അല ഉണ്ട്. എന്താ? നമ്മുടെ മഹ്റമല്ലാത്തവരുമായുള്ള ഇടപെടലിന്റെ മാനദണ്ഡം അവിടെ വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അത് നമ്മളെ കസിനാണ്, അത് നമ്മളെ ഇവരാണ് അല്ലേ, അത് അവരാണ്. എനിക്കറിയാം, ഒരു കുട്ടി വിവാഹത്തിന് ഒട്ടും സമ്മതിക്കാതെ ഭയങ്കരമായി പിണങ്ങി നിന്നപ്പോ, കല്യാണങ്ങൾ തുടർച്ചയായി മുടങ്ങിയപ്പോ, നമ്മുടെ ഒരു പ്രസ്ഥാനത്തിലുള്ള ആളല്ല, പക്ഷെ പ്രസ്ഥാന പരിസരത്തുള്ള ആളാണ്. അങ്ങനത്തെ ആളുകളോട് നമുക്ക് ചില കാര്യങ്ങൾ അഭ്യർത്ഥിച്ചാൽ നോ പറയണതിന് ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ടാവും. നമ്മൾ എന്താണെന്നോ, നമ്മുടെ ജീവിതം എന്താണെന്നോ, തിരക്കെന്താണെന്നോ അവർക്ക് ബോധ്യം ഉണ്ടാവില്ല. അപ്പൊ നിർബന്ധമായിട്ട് കുട്ടിന്റെ കൂടെ ഇരിക്കേണ്ടി വന്നപ്പോൾ എന്താ സംഭവം അറിയും? അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകൻ വളരെ ചെറിയ കുട്ടിയായ സമയം മുതൽക്ക് ഈ കുട്ടിയെ മിസ്യൂസ് ചെയ്യണതാണ്. ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാന് ആകെ സ്റ്റക്കാണ്, ഞാൻ ഒരാളെ ചതിക്കാൻ പോണില്ല എന്നാണ്. അവിടെയാണ് അൽഹമു വൽ മൗത്ത്, അല്ലെങ്കിൽ ഏറ്റവും ഉറ്റ ബന്ധുക്കൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ അകൽച്ചന്റെ മസല യഥാർത്ഥത്തിൽ വരുന്നത്. ദാവൂദ് അലൈഹിസ്സലാം എന്നോട് നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, വാളുകൊണ്ട് നല്ല ഒന്നുകൊണ്ടും ഒരാളെയും പേടിക്കാത്ത ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. ഈ മനുഷ്യരൂപം. ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിന് വഹയും കിട്ടി. അദ്ദേഹം നേരെ മരണത്തിന് കീഴടങ്ങാൻ വേണ്ടി കടന്നു കൊടുത്തു എന്നാണ് ചരിത്രം. അപ്പൊ ഇങ്ങനെയുള്ള ഞാൻ ഈ ചില ഉദാഹരണങ്ങൾ, നമുക്ക് പെട്ടെന്ന് ദഹിക്കാത്ത ചില ഉദാഹരണങ്ങൾ എടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, മതത്തിൽ നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കൂ എന്ന് പറയുന്നിടത്ത് ഇനിയും കുറെ പ്രവേശിക്കാനുണ്ട് എന്നത് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. എന്നുള്ളത് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. വിവിധ മേഖലകളിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകും. ഇപ്പോ സൗന്ദര്യ സങ്കല്പവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. ഞാനൊരു മസല പറയാൻ മാത്രമാണ്. ഇപ്പൊ ഒരു മുസ്ലിം പുരുഷന്റെ മുഖത്ത് താടി വളർത്തുക എന്നുള്ളത് ഇസ്ലാം ഒരു സുന്നത്തായി, ഒരു പുണ്യമായി, ഒരു നിർബന്ധമായി പഠിപ്പിച്ച ഒരു കാര്യമാണ്. അത് എന്തല്ല, സുന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ അല്ലാത്തതും അല്ലേ. അങ്ങനെയല്ല. ഇപ്പോ ളുഹ്ർ നിസ്കാരം പ്രവാചകന്റെ സുന്നത്താണ്, അത് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടൂലേ. പ്രവാചകൻ കാണിച്ചു തന്ന കാര്യങ്ങളാണ് സുന്നത്ത് എന്ന് പറയാം. അതിൽ ചില കാര്യങ്ങൾ എന്തുണ്ടാകും? ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ അല്ലാത്തതും ഉണ്ടാകും. പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തേ കാല് വെച്ച് കയറാം, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമൊന്നും കിട്ടൂല. ഒരാൾക്ക് ഓർമ്മ വന്നു, ഞാൻ അങ്ങനെ നബി കയറിയമാരൊന്നും കയറൂല എന്ന് വിചാരിച്ച് കയറിയാലോ, അയാൾക്ക് കുറ്റം കിട്ടും. അവിടെ ആ വിചാരത്തിനാണ് കുറ്റം, ആ ചെയ്തതിനല്ല. അപ്പോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ട് ഫാഷൻ ഡിസൈനർ തരുന്നതല്ല അവരുടെ വസ്ത്രം. ഫാഷൻ ഡിസൈനേഴ്സ് ഓരോ സമയത്ത് ഓരോ വസ്ത്രങ്ങൾ കാണിച്ചു തരും. അള്ളാഹുവും റസൂലും അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു വേഷമുണ്ട്. ആ വേഷത്തിലേക്ക് എത്താൻ പറ്റണം. അവിടെയാണ് ഇസ്ലാം പൂർണ്ണമായി ഹൃദയത്തിൽ എത്തി എന്ന് പറയാൻ പറ്റുക. ഈ പറയണ ഞാനും നൂറുകണക്കിന് കാര്യങ്ങളിൽ അങ്ങനത്തോടത്ത് എത്താത്തതുണ്ടാവും. ഇസ്ലാമിന്റെ വിഷയങ്ങളിലും നിലപാടുകളിലും ഒരുപക്ഷെ എത്താത്തതുണ്ടാവും. സാമ്പത്തിക കാര്യങ്ങളിൽ, സ്വകാര്യ ജീവിതത്തിലൊക്കെ പൂർണ്ണമായ നിഷ്ഠയിലേക്ക് ഒരു വിശ്വാസി എത്തുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ നിഷ്ഠക്കാണ് ഇസ്ലാം തഖ്വ എന്ന് പേര് കൊടുത്തത്. ഒരാൾ പൂർണ്ണമായ നിഷ്ഠയിൽ ജീവിക്കുക വഴി അയാൾക്ക് കിട്ടുന്ന ധാരാളം നേട്ടങ്ങളുണ്ട്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, വിശ്വാസികൾ അവർ വിശ്വസിക്കുന്നവരും തഖ്വ പാലിക്കുന്നവരുമായിരിക്കും. ലഹുമുൽ ബുശ്റ, അവർക്ക് ഒരുപാട് സന്തോഷ വാർത്തയുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ എന്റെ കൂടെ ഒന്നുകൂടി വരും. എന്താണ്? ഒരാള് ജീവിതത്തിൽ അയാൾക്ക് കുറച്ചും ഇടങ്ങേറുള്ള, ബുദ്ധിമുട്ടുള്ള, ഇപ്പൊ എല്ലാ വക്തും ജമാഅത്തായിട്ട് നിർവഹിക്കാൻ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്.
അല്ലെ? ബൈക്കുമ്പോ വന്ന് ശീലമുള്ള ആളുകൾക്ക് അവര് ജമാഅത്തൊക്കെ നഷ്ടപ്പെടുക എന്നുള്ളതൊരു പ്രതിഭാസമാണ്. ഇവിടെ ആരെങ്കിലും ബൈക്കുമ്പോ വരുന്നവരും മുടങ്ങിയിട്ട് പറഞ്ഞാലോട്ടെ വല്ലാഹി അങ്ങനെ തന്നെ പറയണം. അത് ഒരു സാധ്യത കൂടുതലുള്ള കാര്യമാണ് അല്ലെ? ഇപ്പൊ നമുക്ക് വാഹനമല്ല, നമ്മള് പിന്നെ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യം നമ്മൾ എന്ത് ചെയ്യും? വാഹനം ഉണ്ടാക്കും. നമ്മൾ വാഹനം ഉണ്ടാക്കിയിട്ട് പോകും, അതിന് സംവിധാനം ഉണ്ടാക്കിയിട്ട് പോകും. അപ്പൊ എനിക്ക് കുറച്ച് ദൂരത്തുനിന്ന് വരാനുള്ളതാണ്, എൻ്റെ അടുത്ത് വാഹനമല്ല. അപ്പോ വാഹനമല്ലല്ലോ, ഞാൻ നിസ്കരിക്കണ്ടല്ലോ, ഞാൻ ജമാഅത്ത് പങ്കെടുക്കണ്ടല്ലോ എന്നിടത്തേക്കല്ല എത്തേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാലം പാലിക്കാത്ത ചില കാര്യങ്ങൾ പ്രത്യേകം എടുത്തിട്ട് അതിൽ നിഷ്ഠ പാലിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കുറെ നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളിലൂടെ ഒന്ന് പോകാനാണ് വിചാരിക്കുന്നത്. ഒന്ന്, അള്ളാഹിന്റെ ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ തന്നെ പറയാൻ പറ്റും, പാലിക്കുന്ന കുറെ കാര്യങ്ങൾ. ഇനി പാലിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കാണ്. ഇന്നത്തെ ഈ സ്വത്തിൽ ഇരുന്നിട്ട് തീരുമാനിക്കാണ്, ഞാനത് ശരിയാവും, എനിക്കതൊരു കുഴപ്പമുണ്ട്. സഹോദരന്മാരെ, ഈ ഒരു മിനിറ്റ് മതി ശരിയാക്കാൻ. ആ ഒരു നിയത്ത് ഒറ്റ മിനിറ്റ് മതി. പിന്നെ അതിന് ചിലപ്പോൾ താഴോട്ട് വീഴും, കയ്യിൽ നിന്ന് പോകും, പിന്നെയും നമ്മളത് രണ്ടാമത് നേരാക്കി എടുക്കും അല്ലെ? ചില കാര്യങ്ങൾ എങ്ങനെയാണ്, ജീവിതത്തിൽ നിന്ന് പറിച്ചറിയാൻ കഴിയാത്ത ചില തിന്മ ഉണ്ടാവും. ചിലർക്ക് സ്വകാര്യ ജീവിതത്തിൽ ചില വീഴ്ചകൾ ഉണ്ടാവും, പെരുമാറ്റത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ശരിയാക്കേണ്ടിട്ടിരിക്കണം. നിങ്ങൾക്ക് 90 കിലോ വെയിറ്റ് ഉണ്ട്, നിങ്ങളത് 30 കിലോ ആക്കണം എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഒരുപാട് എക്സസൈസ് എടുത്തില്ലേ? അതിങ്ങനെ ഒരു ഒപ്പിക്കലല്ലായിരുന്നല്ലോ, അതിന് ഒരുപാട് എഫേർട്ട് എടുത്തു. അങ്ങനെ എഫേർട്ട് എടുത്ത് ശരിയാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടും എന്നതാണ് ഒന്ന്. രണ്ട്, അള്ളാഹു കൂടെ ഉണ്ടാകും എന്നതാണ്. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, ഇന്നല്ലാഹ മഅൽ ലദീന തഖൗ. ഒരുപാട് ആയത്തുകളുണ്ട്. അള്ളാഹു തഖ്വ പാലിക്കുന്നവരുടെ കൂടെ ഉണ്ടാകും. എന്താണ് ഈ മഅയ്യത്ത്? എന്താണ് ഈ കൂടെ ഉണ്ടാകൽ? അള്ളാഹുവിന്റെ ദാത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണോ? അല്ല. ബിൽ ഇൽമി, അള്ളാഹുവിന്റെ അറിവ് കൊണ്ടും വൽ ഖുദ്റ, അവന്റെ കഴിവ് കൊണ്ടും നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹു എവിടെയെന്ന് വെച്ചാൽ അതിനൊരു ഉത്തരമുണ്ട് നമുക്ക്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി. അള്ളാഹു പ്രപഞ്ചാതീതനാണ്, ആകാശത്തിനപ്പുറത്താണ്, അവിടുന്ന് ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും ഉണ്ട് എന്നല്ല അഹ്ലുസ് സുന്നത്തിന്റെ വിശ്വാസം. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നല്ല. മഹാനായ മുആവിയത്ത് ബിൻ ഹക്കം അസ്-സുല്ലമി അദ്ദേഹത്തിന്റെ അടിമപ്പെണ്ണിനെ തല്ലി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് കണിശമായി വിമർശിച്ചപ്പോൾ അദ്ദേഹം മോചിപ്പിക്കാൻ തീരുമാനിച്ചു. അടിമ സ്ത്രീയെ കൊണ്ടുവരാൻ പറഞ്ഞു. അവര് വിശ്വാസിനിയാണോ എന്ന് പരിശോധിക്കാൻ, നീ നിസ്കരിക്കലുണ്ടോ എന്നല്ല ചോദിച്ചു, ശരിക്കും കേൾക്കുക, നീ ഖുർആൻ ഓതലുണ്ടോ എന്നല്ല ചോദിച്ചു, പിന്നെ അയ്ന അല്ലാഹ് എന്ന് ചോദിച്ചു, അല്ലാഹ് എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അല്ലാഹു ഫിസ് സമാ, അല്ലാഹു പ്രപഞ്ചാതീതനാണ്. അല്ലാഹു പ്രപഞ്ചാതീതനാണെന്നാണ് അതിന് കൊടുത്ത ഉത്തരം. മനസ്സിലായില്ലേ? അപ്പോ അത് അഹ്ലുസ് സുന്നത്തിന്റെ നിലപാടാണ്. ഇലൈഹി യസ്റുദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. അല്ലാഹുവിലേക്ക് അമൽ ഉയരുകയാണ് അല്ലേ? അപ്പൊ അല്ലാഹു എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് അദ്വൈതത്തിന്റെ വാദമാണ്. അല്ലാഹു എല്ലായിടത്തും ഉണ്ട്, കല്ലിലും മുള്ളിലും കാഞ്ഞിലും കുറ്റിയിലും കരണ്ടിലും ഒക്കെ അല്ലാഹു ഉണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഇൽമും ഖുദ്റത്തും അവന്റെ കൂടെ ഉണ്ടാവും. കുടുങ്ങുമ്പോ പടച്ചോ കൂടെ ഉണ്ടാവുന്നതിന്റെ അർത്ഥം. നോക്കൂ, നിങ്ങൾ ഹിറാ ഗുഹ പോയി കണ്ട ആളുകൾക്കറിയാം, അങ്ങനെ നോക്കിയാൽ തന്നെ കാണുന്ന സ്ഥലം. പക്ഷേ സൗർ ഗുഹ, ഹിറാ ഗുഹയല്ല, സൗർ ഗുഹയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നു. പ്രവാചകൻ അദ്ദേഹത്തിന്റെ മടിയിൽ കിടന്ന് ഉറങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണീരിറ്റി വീഴുമ്പോ പ്രവാചകൻ ഞെട്ടി ഉണർന്നു. എന്തേ സിദ്ദീഖ് എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയെ, നമ്മൾ അവര് കണ്ടാൽ, പ്രവാചകൻ പക്ഷെ ഒരു ചാഞ്ചലില്ലാതെ പറഞ്ഞു, ഖുർആനിൽ ആയത്ത് ഓതി കൊടുത്തു അല്ലേ? എന്നിട്ട് പ്രവാചകൻ വിശദീകരിച്ചു, ബിസ്നൈനില്ലാഹു സാലിസുഹുമാ, രണ്ടാളുടെ കൂടെ മൂന്നാമനായി അല്ലാഹു ഉണ്ട്, അബൂബക്കർ. ഈ ഒരു ഫീലിംഗിലേക്ക് നമ്മൾ എത്തിയാൽ തന്നെ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒന്നും പിന്നെ പ്രശ്നമാവില്ല. എന്റെ മെഡിക്കൽ ബില്ല് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വൈകൃതങ്ങളോട് കൂടെ ജനിച്ചൊരു കുട്ടി ഞാൻ എന്ത് ചെയ്യും? എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് ഒരു കുട്ടി വളരെ വിരൂപിയായി ജനിക്കാൻ പോകുകയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു, ആവർത്തിച്ച് പറഞ്ഞു, ഒഴിവാക്കാൻ പറഞ്ഞു. അദ്ദേഹം പിടിച്ചു നിന്നു, കാരണം മതം അതിനെ അനുവദിക്കണില്ല. നിങ്ങൾക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. 9-ാം മാസമായപ്പോൾ മുമ്പ് എന്താ ചെയ്താലും, എന്താണ്, വൈകല്യങ്ങളുള്ള കുട്ടി ജനിച്ചാൽ കുത്തു പറഞ്ഞു. എന്തിനാ? മനസ്സിനെ ഉറപ്പിക്കാൻ. ഒരു പ്രശ്നമില്ലാതെ കുട്ടി ജനിച്ചു. അപ്പോ നമ്മുടെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ, അതാണ് മദ്യപിക്കുന്ന ഒരാൾ മദ്യപാനം എടുത്തത് ഒഴിവാക്കുകയാണ്. സിഗരറ്റ് വലിക്കുന്ന ഒരാൾ അത് വേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. ലൈംഗിക രംഗത്ത് വീഴ്ചയുള്ള ആൾ വേണ്ടാന്ന് തീരുമാനിക്കുകയാണ്. വെറുതെ ആളുകളോട് കലഹിക്കുന്ന ആള്, പലിശയിൽ ഇടപെടുന്ന ആള്,
വൃത്തിയില്ലാത്ത ജീവിതം നയിക്കുന്ന ആള്, അല്ലെ, പൊതുസമ്പത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന ആള്, കൈക്കൂലി വാങ്ങുന്ന ആള് എന്ന് വേണ്ട തിന്മകളായി ഇസ്ലാം പഠിപ്പിച്ച എന്തും എടുത്തൊഴിവാക്കാനുള്ള തീരുമാനിക്കുമ്പോൾ കിട്ടുന്ന നേട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്താ അറിയോ? വലിയന്റെ പദവി കിട്ടും. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല, അവർക്കൊരു പേടി ഉണ്ടാവില്ല. ആരാണ് അവർ? ഏതെങ്കിലും ഗോത്രത്തിൽ പ്രത്യേകം ജനിച്ചവരാണോ? നബി കുടുംബത്തിൽ ജനിച്ചോണ്ട് മാത്രം ഔലിയപ്പാപ്പിയാവോ? അതെവിടെയുള്ളത്? നബി കുടുംബത്തിൽ ജനിച്ചോണ്ട് ഔലിയപ്പാപ്പിയാവോ? ഇല്ല. വിശുദ്ധ ഖുർആൻ പറയണ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ വിശ്വസിച്ചവരും സൂക്ഷ്മത പാലിക്കുന്നവരുമാണ്. അങ്ങനത്തെ ആളുകൾക്ക് കിട്ടുന്ന നേട്ടം എന്താ? അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ അല്ലാഹു അവരോട് യുദ്ധത്തിലായിരിക്കുന്നതാണ്. ആരെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ട വലിയനോട്, വലിയ രൂപം കൊണ്ടും കോലം കൊണ്ടൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് എന്താ പറഞ്ഞത്? നിങ്ങൾ കടലിലൂടെ ഒരാൾ നടക്കുന്നത് കണ്ടാൽ പോലും അയാൾ ഔലിയാണെന്ന് വിചാരിക്കരുത്. അയാളെ ശൈത്വാൻ നടപ്പിക്കുന്നതായിരിക്കും. ശൈത്വാന് മനുഷ്യനെ പറ്റിക്കാൻ, ശൈത്താന്റെ ലക്ഷ്യം മനുഷ്യനെ ശിർക്കിലേക്ക് കൊണ്ടുപോകലാണ്. അതിന് പല പണി അവൻ എടുക്കും. രക്തസംക്രമണ പ്രക്രിയയിലൂടെ അങ്ങനെ പായല് മാത്രമല്ല ശൈത്താന്റെ പണി. അങ്ങനെ നമ്മൾ ചെറുതാക്കി വെക്കണ്ട. ശൈത്താനുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞ എല്ലാ അപകടങ്ങളും ഉൾക്കൊണ്ടാൽ അതിന് രക്ഷപ്പെടാൻ പറ്റും. അതിനെ നിസ്സാരവൽക്കരിച്ചാലോ, അതൊന്നും ഉണ്ടാകൂല എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചൊപ്പിച്ചാലോ പ്രമാണങ്ങളിൽ നിന്ന് പോകുന്നു മാത്രമല്ല ചതിയിൽപ്പെടുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോ പാപങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ്. ഞാൻ അവന്റെ കണ്ണാകും, ഞാൻ അവന്റെ കാലാകും എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നുണ്ട് ഞാൻ അവന്റെ കണ്ണാകും, കാലാകും, കയ്യാകും. പിന്നെന്താ? വേണ്ടാത്തതൊന്നും ചെയ്യാൻ തന്നെ കഴിയൂല. അങ്ങനത്തെ ഒരു അവസ്ഥ. അതാണ് നിഷ്ഠയുള്ള ജീവിതത്തിൽ പരമാവധി ഇസ്ലാമിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടം. ഇനി മറ്റൊന്നെന്താ? മറ്റൊന്ന്, നമ്മൾ കുടുങ്ങുന്ന ഒരു സമയം അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, അത് അങ്ങനെ ചെയ്യണോ? അത് ദീനിന്റെ കാര്യത്തിലാണെങ്കിലും ദുന്യാവിന്റെ കാര്യത്തിലാണെങ്കിലും പടച്ചോൻ അതിലൊരു വെളിച്ചം തരും. കേട്ടോളി. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, യജ്അൽ ലക്കും ഫുർഖാന, നിഷ്ഠയുള്ള ജീവിതം പാലിക്കുന്ന ആൾക്ക് അല്ലാഹു എന്ത് ചെയ്യും? എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരും. ആകെ കൺഫ്യൂഷൻ. രോഗം 4th സ്റ്റേജിലാണെന്ന് ഡോക്ടർ പറയുന്നു. എന്ത് ചെയ്യണം? എങ്ങനെ കൂട്ടിയാക്കിട്ട് അങ്ങനെ ഒന്നുമില്ല. ചികിത്സിച്ചു, രോഗം മാറുന്നു, അല്ലേ? നമ്മുടെ അനുഭവത്തിലുണ്ട്. പിന്നെ ഒരാള്, അദ്ദേഹത്തിന്റെ മോൾക്ക് ഒരു നല്ല ബന്ധം വന്നു. പയ്യനെ പറ്റി നല്ല അഭിപ്രായമാണ്. അയാൾ കാണുന്ന ആ ഒരു പ്രശ്നം, അവൻ നല്ല സമ്പന്നനാണ്, ഇയാൾ പരമദരിദ്രനാണ്. പരമദരിദ്രം എന്ന് പറഞ്ഞാൽ ഓടിട്ട പഴയൊരു വീടാണ്. നമ്മുടെ നാട്ടില് വിവാഹത്തിൽ ദാരിദ്ര്യം അല്ലാത്തതൊക്കെ പരിഗണിക്കണ ഒരു മാനദണ്ഡം അതാണല്ലോ. പക്ഷെ അവന്റെ ഉപ്പിമീ വന്ന് കണ്ടു, അവന് ഇഷ്ടമായി, ഒക്കെ ആയി. പക്ഷെ ഇയാൾ ഇസ്തിഖാറ നിസ്കരിച്ചു. ഇസ്തിഖാറ ഉണ്ടല്ലോ, ഇയാൾക്ക് മനസ്സിലൊരു ഇടങ്ങേറ്, കിട്ടിക്കണോ വേണ്ടെന്നൊരു ഇടങ്ങേറ്. കാരണം പണം അയാളുടെ മുഖ്യ വിഷയമല്ല. അതുകൊണ്ടാണ് ഇടങ്ങേറുണ്ടാകുന്നത് കേട്ടോ. ശരിക്കും കേൾക്കുക. പണം മുഖ്യ വിഷയമാണെങ്കിൽ വലിയ കാറും വലിയ വീടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീരുമാനമായി പോകും. അയാളുടെ ഉള്ളിലുള്ള സാധനം നല്ല ദീനുള്ള ഒരു ചെക്കനെ കിട്ടണം. അതെന്തിനാ? നമ്മൾക്ക് സുഖം ഉണ്ടാവും, നമ്മൾക്ക് സമാധാനം ഉണ്ടാകും, ജീവിതത്തിൽ ഖൈർ ഉണ്ടാകും. അവളെ എല്ലാ പ്രശ്നങ്ങളെയും വൃത്തിക്ക് അവൻ കൈകാര്യം ചെയ്യും. ഇതാണ് വിഷയം. ഭയങ്കര കൺഫ്യൂഷൻ ആകുമ്പോൾ ഒരു വിശ്വാസം എന്താ ചെയ്യുക? ഇസ്തിഖാറ നിസ്കരിക്കും, 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് ഇസ്തിഖാറത്തിന്റെ ദുആ ഉണ്ട്, അത് ചൊല്ലും. എന്നിട്ട് ഒരാളോട് ഷൂറ ചെയ്യും. അങ്ങനെ ഷൂറ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ തോന്നണം? എനിക്ക് എങ്ങനെയായിട്ടും വേണ്ടെന്നാ തോന്നുന്നത്. നിങ്ങൾ എന്തായാലും കാണുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നത് കേട്ടോ. ആ കുട്ടീന്റെ പുറത്ത് കാണാൻ കാര്യമില്ല, ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്തെങ്കിലും കിട്ടി എന്നാ കിട്ടിയിട്ടില്ല. പക്ഷെ ഭാര്യ, ബാക്കിയുള്ള കുട്ടികള്, ജ്യേഷ്ഠൻ, എല്ലാരും ഭയങ്കര പ്രഷറാണ്. നിങ്ങൾക്ക് മനസ്സിൽ ഒരു സമാധാനം കിട്ടുന്നില്ലേ? ഇല്ല, നിങ്ങൾ കെട്ടിക്കണ്ട. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഇടങ്ങാറാവുമല്ലോ. ഇനി ഓരോ ഇതിലും അവളെ കല്യാണം നീളുകയും മുടങ്ങിയൊക്കെ ചെയ്താൽ ഞാൻ പെടും. അതൊന്നും പെടില്ല. നിങ്ങള് ദീനിയായ ഒരു ഇതിന്റെ ചിന്തന്റെ അടിസ്ഥാനത്തിലല്ലേ? നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലല്ലോ. വേറൊന്നും നിങ്ങളെ ഇതിൽ നിന്ന് മുടക്കണ ചെക്കൻ്റെ പല്ലിനെ കുറിച്ച് ഇങ്ങനെയാണ്, കാഴ്ച കുറച്ച് ഇങ്ങനെ, അതൊന്നും നിങ്ങളെ വിഷയമല്ലല്ലോ. അല്ല, അത്ഭുതം എന്താ അറിയോ? ഈ തോതുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരും. ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്കറിയുന്ന വേറൊരു ഫാമിലി നിങ്ങൾക്ക് കോള് വന്നു. ഇങ്ങനെ മോള് വീട്ടിൽ വന്നിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട്
6-7 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് സംസാരിക്കണം. എന്താ സംഭവം എന്നറിയോ? നടന്ന കല്യാണം ഇതാണ്, ഈ മുടങ്ങിയ കല്യാണമാണ് അവിടെ നടന്നത്. അപ്പൊ ഈ കുട്ടി ഇവന്റെ കൂടെ ജീവിച്ചു തുടങ്ങിയപ്പോഴേ മനസ്സിലായി ഇവൻ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്. സിന്തറ്റിക് ലഹരിന്റെ പ്രത്യേകത പുറത്തുകൊന്നും കാണൂല, കണ്ണു ചോക്കൂല, ആടൂല, ഒന്നും കാണൂല. അത് ചെറിയ അളവിൽ, ഒരു ഭയങ്കര നിയന്ത്രിത അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ഭയങ്കര ശാസ്ത്രീയമായി ഉപയോഗിക്കുകയാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര കാലം ഉപയോഗിച്ചാലും അതിന്റെ പ്രത്യക്ഷത്തിലൊന്നും വരില്ല. ഇവിടുത്തെ വളരെ വെൽ നോൺ ആയ ചില ഫിലിം സ്റ്റാറുകളുടെ കൂടെ അവർക്ക് ഇത് ചുരുട്ടിക്കൊടുത്ത ചില വ്യക്തികൾ അവരുമായി നടത്തിയ വ്യക്തി സംഭാഷണത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. നന്നായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകളാണ്. അവർക്ക് വേണ്ടത് അവരെടുത്ത് കൃത്യമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോ അതെന്താ മോളെങ്ങനെ പറഞ്ഞേ? മോൾക്കത് മനസ്സിലായി. അവൾക്കൊരു സാധനം കണ്ടപ്പോൾ അവളത് ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്തപ്പോൾ ബോധ്യപ്പെട്ടു. അവള് നേരെ വീടിന്റെ മുറ്റത്തിരുന്ന് സ്കൂട്ടി എടുത്തിട്ട് പതുക്കെ പോകുന്നു പേരേക്ക്. അവള് പറഞ്ഞു വിടണ്ട, ഇനി അവളോട് സംസാരിക്കും ചോദിക്കൊന്നും വേണ്ട, വിടണ്ട, ഖലാസ് അല്ലേ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട് ഫുർഖാൻ എന്തോന്നുണ്ടല്ലേ മനുഷ്യന്. തഖ്വ ജീവിതത്തിലുള്ള ആളുകൾക്ക് പടച്ചോൻ കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ നിഷ്ഠ ജീവിതത്തിൽ പരമാവധി നിഷ്ഠയിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം, ഒരു സംഗതിയാണ്. മറ്റൊരു കാര്യമാണ് എന്താ അറിയോ? 5ാമത്തെ ഒരു കാര്യമാണ് കാരുണ്യം. കാരുണ്യം എന്താ? വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയതൂന സകാത വല്ലദീന ഹും ബിആയാതിനാ യുമിനൂൻ. വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ, എൻ്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമായി കിടക്കുകയാണ്. ഫസഅക്തുബുഹാ ലില്ലദീന, ആ കാരുണ്യം ഞാൻ എടുത്ത് രേഖപ്പെടുത്തി കൊടുക്കും. ആർക്ക്? ലില്ലദീന യത്തഖൂന, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക്. വയതൂന സകാത വല്ലദീന ഹും ബിആയാതിനാ യുമിനൂൻ, സക്കാത്ത് കൊടുക്കുന്ന, നമ്മുടെ വചനങ്ങളിൽ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ആ കാരുണ്യം നമ്മൾ കൊടുക്കും. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യം ഇല്ലാതിരുന്ന നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പൊ പരമാവധി ഇസ്ലാമിലേക്കും അതിന്റെ നന്മകളിലേക്കും ഒരാൾ ചേർന്ന് നിൽക്കുമ്പോൾ അത് അത്രയും ഹൈറാണ്. നിഷ്ഠ പാലിക്കണ മുസ്ലിങ്ങളെയാണ് ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. നിഷ്ഠ പാലിക്കണ മുസ്ലിം ഭയങ്കര പ്രശ്നമാണ്. അതാണ് ഇന്നത്തെ ക്യാമ്പയിൻ. സൂഫി ഇസ്ലാം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. നമ്മുടെ പ്രധാനമന്ത്രി സൂഫികളെ പോയി കാണുന്നു. എന്താ സൂഫി ഇസ്ലാമിന്റെ പ്രത്യേകത? എന്താ? ആർക്കും എന്തു ആകാം. ഇച്ഛകളുടെ അഴിഞ്ഞാട്ടമാണ് സൂഫി ഇസ്ലാം. ഇച്ഛകളുടെ അഴിഞ്ഞാട്ടമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദജ്ജാലിനെ വിശുദ്ധനാക്കിക്കൊണ്ടും മദീനയെ ആക്ഷേപിച്ചുകൊണ്ടും ഒക്കെ ഒരു ഉസ്താദ് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ കാര്യം? സൂഫിസത്തിന്റെ ഭ്രാന്തിലേക്കും ഷിയായിസത്തിന്റെ പൂർണ്ണതയിലേക്കും ആളുകൾ എത്തുമ്പോ സംഭവിക്കുന്നതാണിത്. പിന്നെ കൺട്രോൾ പോവുകയാണ്. പിന്നെ എന്താ പറയേണ്ടതെന്നറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മള് മനസ്സിൽ ഇത്തരം ഒരു കാര്യങ്ങൾ വെക്കുക. ഇനി തീർന്നില്ല. ഇതിന്റെ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? കുടുങ്ങിപ്പോയ ഒരു വിഷയത്തിൽ പടച്ചവൻ എളുപ്പമുണ്ടാക്കി കൊടുക്കും. തഖ്വ പാലിക്കുന്നവർക്ക് എങ്ങനെയാണ് സഹായം വന്നത്, എവിടുന്ന സപ്പോർട്ട് വന്നതെന്ന് പറയാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അബ്ദുറഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജയിലിൽ നിന്ന് നീണ്ട വർഷങ്ങൾക്ക് ശേഷം മോചിതനാകുക. എന്താ? അദ്ദേഹത്തിന്റെയോ അദ്ദേഹത്തിന്റെ ഉമ്മന്റെയോ അദ്ദേഹത്തിന്റെ ആരുടെയോ ഒരു വലിയ നന്മക്ക് പടച്ചവൻ കൊടുത്തൊരു ഗിഫ്റ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അള്ളാഹു അദ്ദേഹത്തിന്റെ പുറത്തിറക്കം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നോക്ക്, നിങ്ങൾ ശരിക്ക് ഗുഹാവാസികളുടെ സംഭവം ഇതിന്റെ നല്ലൊരു തെളിവല്ലേ? ഗുഹാവാസികൾ അവര് ഗുഹയിൽ അകപ്പെട്ടപ്പോ അവരെന്താ ചെയ്തത്? അവര് നേരത്തെ ചെയ്ത നന്മകൾ മുൻനിർത്തി പ്രാർത്ഥിച്ചു. മൂന്ന് സൂക്ഷ്മതകളും 3 മഹാ നന്മകളുമാണ്. ഒന്നെന്താ? വർഷങ്ങളായി താൻ കാണുന്ന ഒരു പെൺകുട്ടി കാണുമ്പോഴൊക്കെ അവളെ സ്വകാര്യതയിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിക്ക് ഒരു സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ അവളെ അരികത്ത് കിട്ടിയപ്പോ അവരുടെ ശരീരത്തിലേക്ക് കയറിയിരുന്നു. അപ്പോഴാണ് ഇത്തഖില്ലാഹ് എന്ന് പറയുന്നത്. ഉടനെ തിരിച്ചോട് പോകുന്നു. അത് മുൻനിർത്തി പ്രാർത്ഥിച്ചപ്പോ കല്ല് ഒന്നങ്ങോട്ട് നീങ്ങി. 2, മാതാപിതാക്കളുടെ സംരക്ഷണം. പാപ്പിയമ്മി ഉറങ്ങിപ്പോയ മാതാപിതാക്കൾ ഉണരും വരെ പാൽപാത്രവുമായി ഭക്ഷണപാത്രവുമായി അരികത്ത് കാത്തു നിന്നു. അത് എടുത്തു പറഞ്ഞപ്പോ കല്ല് ഒന്നും കൂടി കൊണ്ട് നീങ്ങി. ആരും നീക്കണില്ല, കല്ലിങ്ങനെ നീങ്ങണ ഒരു കാണുകയാണ് അല്ലേ. പിന്നെ കൂലിക്ക് വിളിച്ച ആള് കൂലി വാങ്ങാതെ പോയി. ആ കൂലിയുടെ മുതല് മുടക്കി ഒരു ഒട്ടകങ്ങളൊക്കെ വാങ്ങി, പാടുകളെ വാങ്ങി, അത് പെറ്റുപെരുകി ആ സമ്പത്ത് മുഴുവൻ, ആ കൂലി മാത്രം കൊടുക്കണതിന് പകരം ആ സമ്പത്ത് മുഴുവൻ ഒരു വ്യക്തിക്ക് കൊടുത്തു, ഒരു സാധു മനുഷ്യന് കൊടുത്തു അല്ലേ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന അനുഗ്രഹം നോക്കും നിങ്ങൾ. പൊടുന്നനെ വലിയ കോടീശ്വരനാകാൻ അയാൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോ ഇങ്ങനെ സൂക്ഷ്മത പാലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യത്തഖില്ലാഹ യജഅലഹു മഖ്റജ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു തുറവി ഉണ്ടാക്കി കൊടുക്കും, ഒരു വഴി ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴികളിൽ നിന്ന് അവന് സഹായം കിട്ടും. അവൻ വിചാരിക്കാത്ത വഴികളിൽ നിന്ന് അവന് സഹായം കിട്ടും. അപ്പോ ഇത്തരം ധാരാളം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. 30-30ലധികം കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? നമ്മൾ അള്ളാഹു റസൂൽ പറഞ്ഞ ഇസ്ലാം സംതൃപ്തിയോടുകൂടെ സ്വീകരിക്കുകയാണെങ്കിൽ, ആ നിഷ്ഠയിലേക്ക് മടങ്ങുകയാണെങ്കിൽ, പടച്ചോൻ എന്ത് ചെയ്യും? ഒരുപാട് ലഹുമുൽ ബുശ്റ, ഒരുപാട് സന്തോഷ വാർത്തകളുണ്ട്, ഒരുപാട് സന്തോഷ വാർത്തകൾ. അതിൽ നമ്മൾ ആകെ 7 ഇവിടെ ആകെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പറഞ്ഞതും പറയാത്തതുമായ എല്ലാ നേട്ടങ്ങളും അല്ലാഹു നമുക്ക് വകയിരുത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവ് സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും വിശ്വാസികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു സഹജീവിയെ സഹായിക്കുക എന്നുള്ളത് ഇസ്ലാം വലിയൊരു നന്മയായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഒരു വ്യക്തിയുടെ കൂടെ അയാളുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്നത് മസ്ജിദുൻ നബവിയിലെ ഈ ഇഅ്തികാഫിനെക്കാളും, ഒരു മാസത്തെ ഇഅ്തികാഫിനെക്കാളും മഹത്തരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രയാസം അനുഭവിക്കുന്നവനെ സഹായിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടുന്നവന്റെ ബുദ്ധിമുട്ട് നീക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, അള്ളാഹു ബുദ്ധിമുട്ട് നീക്കി കൊടുക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ പ്രയാസം നീക്കേണ്ട ഒരു ദിവസമാണ്. അടുത്ത പ്രദേശത്ത് മാരകമായ കിഡ്നി രോഗം ബാധിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക ശേഖരണം. അവിടെ ആ ബക്കറ്റിന് മുമ്പ് പോയി നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥ ഞാൻ പറയാം. പഠിച്ചോനെ, ഇത് എനിക്ക് വേണ്ടിയാണ് പിരിക്കണതെങ്കിൽ എന്ന മനോനിലവാരത്തോടുകൂടി നമ്മൾ കൊടുക്കുക. നമ്മുടെ ഏതെങ്കിലും ഒരു വിഷമം മനസ്സിൽ വിചാരിച്ച് ആ വിഷമത്തിൽ നിന്നുള്ള പരിഹാരം നിങ്ങൾക്ക് കൊടുക്കുക. ഇന്നത്തെ ഒരു ദിവസം ആ കളക്ഷനെ അങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. നമുക്ക് ടൈറ്റ് ഉണ്ടാകും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നമുക്ക് പ്രയാസം ഉണ്ടാകും. നമ്മൾ ആ സാമ്പത്തിക ടൈറ്റ് നീങ്ങാൻ, നമ്മളെ പ്രയാസം സാമ്പത്തിക ടൈറ്റാണ്, അയാളുടെ പ്രയാസമോ അയാളുടെ രോഗമാണ്, അതിന്റെ ചികിത്സയാണ്. അപ്പൊ അത്തരം ഒരു നീയത്തോടുകൂടെ കൊടുത്താൽ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴോ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെയോ ആ പ്രശ്നങ്ങളിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കി തരും. അല്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലം, ഒരു തിന്മ, ഒരു പ്രശ്നം, അതിന് രക്ഷപ്പെടലാണെങ്കിൽ അതുണ്ടാകും. മാത്രല്ല, ശരിക്ക് ഈ നിങ്ങൾ സ്വതക്ക കൊണ്ട് ചികിത്സിക്കുക എന്ന് നമുക്ക് ഹദീസിൽ കാണാം. രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തിന് അലോപ്പതി, ഹോമിയോപ്പതി ഒക്കെ ഉള്ളതും ഇല്ലാത്തതൊക്കെ നമ്മൾ നോക്കും, അല്ലേ? എന്നാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചികിത്സയാണ് സദഖ കൊടുക്കുക. അപ്പൊ എന്ത് രോഗത്തിന് ആശ്വാസം കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മഹത്വങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ്. എല്ലാവരും അക്കാര്യത്തിൽ കൃത്യമായി ഇടപെടണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഉദഹിയത്തിനെ കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സമയത്താണ് നമ്മളുള്ളത്. ദുൽഖഅദ 15 ദുൽഹിജ്ജയിലേക്ക് 1 പ്രവേശിക്കുന്നതോടുകൂടെ നിയ്യത്താക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അറിവ് സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി നമ്മൾ അടുത്ത ഖുതുബയിൽ പറയും. അപ്പോ അത് റസൂലുള്ളാഹി ഇങ്ങനെ ഒരൊറ്റ ഹദീസ് ഞാൻ പറയാം, ഈ ഒരാഴ്ച ഉപകാരപ്പെടാൻ വേണ്ടി ഒരു ഹദീസ് ഞാൻ പറയാം. ഉളഹിയത്ത് ഇറക്കാൻ അവസ്ഥ ഉണ്ടായിട്ട് ഉളഹിയത്ത് ഇറക്കാത്ത ഒരാളും പുതിയ കുപ്പായം സെന്റും തേച്ച് നമ്മളെ മുസല്ലിക്ക്, നമ്മളെ ഈദ്ഗാഹക്ക് നിസ്കരിക്കാൻ വരണ്ടാന്ന്. മനസ്സിലല്ലേ? അതിന്റെ ഹുക്ം എന്താണ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി പറയാം. അതുകൊണ്ട് ചെറിയ ക്രമീകരണങ്ങളൊക്കെ വരുത്തി മക്കളോടൊക്കെ സംസാരിച്ച്, അല്ലെ പേരക്കുട്ടികളോടൊക്കെ സംസാരിച്ച് നമ്മൾ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായൊരു ആലോചന ചിന്തി തുടങ്ങണം. എമൗണ്ടും കാര്യങ്ങളും ഒരു ഷൂറക്ക് ശേഷം അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് പറയാം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. മദ്രസയിൽ നമ്മൾ കുട്ടികളെ വ്യാപകമായ രീതിയിൽ ക്യാമ്പയിൻ നടത്തി കുട്ടികളെ നമ്മൾ എടുക്കണില്ല. നമ്മുടെ മദ്രസയുടെ സ്പേസ് ഇതിന്റെ മുകളിലാണ് നമ്മൾ പൂർണ്ണമായിട്ട് കാണുന്നത്. അതിലേക്കുള്ള ആദ്യത്തെ തുക കയ്യോടെ നമ്മുടെ ഒരു രക്ഷിതാവ് കഴിഞ്ഞ ദിവസം ഏൽപ്പിക്കണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യയോട് പോലും പറയാതെയാണ് 50,000 രൂപ, അപ്പുറത്തും ഭാര്യ പെരുക്കുണ്ടാവും, ഭാര്യനോട് പോലും ഇവർ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ അടുത്ത ക്യാഷ് കൊണ്ടുവന്ന് തന്നത്. ഏതായാലും ഓരോന്നിലും മുൻകിടക്കാണ്, ഓരോരുത്തരും അവരുടേതായ നിലക്ക് മുൻകിടക്കാണ്. നമ്മളതിൻ്റെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ ആ കാര്യത്തിലും എല്ലാവരുടെയും ചിന്ത ഉണ്ടാകണം. കുട്ടികളെ
ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വെട്ടിച്ചേർക്കാം. ഞാൻ ഉറപ്പാണ് പറയണേ, വെട്ടിച്ചേർക്ക ധൈര്യമായിട്ട്. നമ്മളെടുത്ത് അത്രയും നല്ല രീതിയിൽ നമ്മൾ അധ്യാപകർ ഇത്രയും കാലം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ മദ്രസ നിങ്ങളുടെ വെട്ടി ഇവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ബേജാറുമില്ല കേട്ടോ, ഒരു ബേജാറുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ പറഞ്ഞത് അറബിയിലാണ്, നബി നിസ്കരിച്ചത് അറബിയിലാണ്. ഖുത്ബ അറബിയിലും നിസ്കാരം അറബിയിലും ഖുത്ബ പിന്നെ മലയാളത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ ആരോ പറയണത് കേട്ടു കേട്ടോ. പ്രവാചകൻ സംസാരിച്ചത് അറബിയിലാണ്, പ്രവാചകൻ ക്ലാസ് എടുത്തത് അറബിയിലാണ്, ഭാര്യമാരോട് സംസാരിച്ചത് അറബിയിലാണ്, അപ്പൊ നിസ്കരിച്ചത് അറബിയിലാണ്. അത്രേ ഉള്ളൂ. 2, പ്രവാചകന്റെ ഖുത്ബ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു, വഅളായിരുന്നു. നമ്മുടെ ഖുത്ബ മനസ്സിലാവുണ്ടോ? ഇബ്നു ബാത്തത്തുൽ മിസ്രി മിസ്റിൽ നടത്തിയ അറബിയിലെ ഖുത്ബ മുമ്പ് എഴുതിച്ചത്, ഭാഗ്യത്തിന് എഴുതിച്ചത്, അത് പ്രിന്റ് അടിച്ചിട്ടാണ് ബെല്ലെടുത്തു ഖുത്ബ. ലോകത്ത് ഒരുപാട് കാര്യം നടക്കും, അതൊന്നും ബാധിക്കൂല അവിടെ പങ്കെടുക്കുന്ന ആൾക്കാര്. അതുകൊണ്ട് അങ്ങനത്തെ ചില പ്രഭാഷണങ്ങളൊക്കെ എവിടെയൊക്കെ നടന്നതായി ശ്രദ്ധിച്ചു. ളുഹർ നിസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോയാൽ പോരാ. ളുഹർ നിസ്കരിക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞു പോയാൽ പോരാ. അങ്ങനെയാണെങ്കിൽ ശാഫിഈ മദ്ഹബിലെ ഒരുപാട് ആൾ ളുഹർ നിസ്കരിക്കേണ്ടി വരും, പണ്ഡിതന്മാര്. അറബി അല്ലാത്ത ഭാഷ ഖുത്ബയിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ശാഫിഈ മദ്ഹബിൽ നിന്നുണ്ട്, പഴയകാല ഉലമാക്കളുണ്ട്. അർക്കാൻ മാത്രം അറബിയിലാകണമെന്ന് പറഞ്ഞു. എന്താ അർക്കാൻ? ഞാനിവിടെ അർക്കാൻ അറബിയിലോ അല്ലല്ലോ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അതൊക്കെയാണ് അർക്കാൻ. അത് അറബിയിലാകണം. അല്ലാത്തത് അതടക്കം മലയാളത്തിലാകാന്ന് വരെ പറഞ്ഞവരുണ്ട്. സർവസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്ന തുടങ്ങിയാലും ഖുത്ബ ശരിയാകുന്ന പറഞ്ഞവരുണ്ട്. അപ്പം അതായത് വെട്ടലിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മോമിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ربنا وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله عليه وسلم.